ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ഇന്ത്യ സഖ്യത്തിന്റെ തോൽവി ഉറപ്പിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ ഇന്ത്യ സഖ്യം 300ലേറെ സീറ്റ് നേടി സർക്കാർ രൂപീകരിക്കുമെന്നാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം. വോട്ടെടുപ്പിന് പിന്നാലെ ബീഹാറിലുണ്ടായ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെ പ്രചാരണ റാലിക്കിടെ സംഘർഷമുണ്ടായി. 1ാം ഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഇന്ത്യ സഖ്യം 5ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ തോൽവി സമ്മതിച്ചു കഴിഞ്ഞെന്ന് ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. पहले चरण में इंडी गठबंधन पस्त हो गया था. इसके बाद के चरणों में इंडी गठबंधन ध्वस्त हुआ और अब कल जो 5वां चरण हुआ, इंडी गठबंधन पूरी तरह परास्त हो चुका है. ജൂൺ 4-ന് ഇന്ത്യ സഖ്യം 300 സീറ്റുകളിലേറെ നേടി സർക്കാർ രൂപീകരിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ആം ആദ്മിക്ക് വോട്ട് ചെയ്തവരെ പാകിസ്ഥാനികളെന്ന് വിളിച്ച് അധിക്ഷേപിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയാകില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു. मैं उनसे पूछना चाहता हूं, दिल्ली के लोगों ने हमें 62 सीट 56% वोट शेयर देके सरकार बनाई है. क्या दिल्ली के लोग पाकिस्तानी हैं? पंजाब के लोगों ने हमें 117 में से 92 सीट्स देके सरकार बनाई है. क्या पंजाब के लोग पाकिस्तानी हैं? गुजरात के लोगों ने हमें 14% वोट दिया. क्या गुजरात के भी लोग पाकिस्तानी हैं? ഇന്നലെ നടന്ന വോട്ടെടുപ്പിന് പിന്നാലെ ബീഹാറിലെ ചപ്രയിൽ ബി.ജെ.പി. ആർ.ജെ.ഡി. പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷത്തിനിടെയുണ്ടായ വെടിവെപ്പിൽ ഒരാൾ മരിച്ചു. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കന്നയ്യകുമാറിനെ ആക്രമിക്കുകയും മഷിയെറിയുകയും ചെയ്ത കേസിൽ അജയ് കുമാർ എന്നയാളെ അറസ്റ്റ് ചെയ്തു. മറ്റുള്ളവർക്ക് വേണ്ടി തെരച്ചിൽ തുടരുന്നതായും പോലീസ് അറിയിച്ചു. ഉത്തർപ്രദേശിലെ അസംഘട്ടിൽ അഖിലേഷ് യാദവിന്റെ പ്രചാരണ റാലിക്കിടെ ബാരിക്കേഡുകൾ തകർത്ത ആൾക്കൂട്ടത്തിനു നേരെ പോലീസ് ലാത്തി വീശി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സഹകരിക്കാത്തതിൽ മുൻ കേന്ദ്രമന്ത്രിയും എംപിയുമായ ജയന്ത് സിൻഹയിൽ നിന്നും ബി.ജെ.പി. വിശദീകരണം തേടി. 24 ഡൽഹി. കൊൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജിയും ബി.ജെ.പി. ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ അഭിജിത്ത് ഗംഗോപാധ്യായയ്ക്ക് പ്രചാരണത്തിന് വിലക്ക്. മുഖ്യമന്ത്രി മമതാ ബാനർജി അധിക്ഷേപിച്ചെന്ന പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. അഭിജിത്ത് ഗംഗോപാധ്യായയുടെ പരാമർശം സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് വിലയിരുത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. മമതാ ബാനർജി ഒരു സ്ത്രീയാണോ എന്ന ചോദ്യം ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ വിവാദമായിരുന്നു. ഈ മാസം 15-ന് ഹാൽദിയയിൽ നടന്ന പൊതുയോഗത്തിലെ പ്രസംഗത്തിലാണ് മമതയ്ക്കെതിരെ അഭിജിത്ത് ഗംഗോപാധ്യായ പ്രസംഗിച്ചത്. തൃണമൂൽ കോൺഗ്രസ് പരാതി നൽകിയതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ. 24 മണിക്കൂറാണ് അഭിജിത്ത് ഗംഗോപാധ്യായയ്ക്ക് പ്രചാരണത്തിൽ വിലക്കേർപ്പെടുത്തിയത്. വ്യക്തിഹത്യ നടത്തിയെന്നും പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഭാവിയിൽ ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിലെ തംലുക് മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാണ് അഭിജിത്ത് ഗംഗോപാധ്യ. അതിനിടയിൽ കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് താൻ ആർ.എസ്.എസ്. അംഗമാണെന്നും വിളിച്ചാൽ സംഘടനയിലേക്ക് മടങ്ങാൻ തയ്യാറാണെന്നും വിടവാങ്ങൽ പ്രസംഗത്തിൽ പരാമർശിച്ചു. ജഡ്ജിയായിരുന്ന തന്റെ പ്രവർത്തനത്തിൽ നിഷ്പക്ഷത പാലിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. 24 ഡൽഹി. വാർത്താമഴയിൽ ഒരിടവേള കൂടി.